നമസ്കാരം പ്രിയമുള്ളവരെ, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഇഷ്യൂ അത് മാധ്യമങ്ങളുടെ ചർച്ചാവിഷയമാകുമ്പോൾ ഓരോ മണിക്കൂറുകളിലും ഓരോ നിമിഷങ്ങളിലും കൂടുതൽ വ്യത്യസ്തമായ കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ നിമിഷങ്ങളിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ കൊടുത്ത ഒരു തെളിവുമായി ബന്ധപ്പെട്ടാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു, പിന്നെ ഗർഭിണിയാക്കി, ഒടുവിൽ ഗർഭചിത്രം നടത്തുവാൻ നിർബന്ധിച്ചു എന്ന് പറയുന്ന പെൺകുട്ടി, ആ പെൺകുട്ടിയെ ജനം ടി വിയുടെ മേധാവി കേസ് കൊടുക്കാൻ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുക്കാൻ നിർബന്ധിച്ചു, അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പുറത്താക്കും എന്ന് ഭീഷണിപ്പെടുത്തി എന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ തെളിവ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിക്ക് സമർപ്പിച്ചിട്ടുണ്ട് എന്ന വാർത്ത മാധ്യമങ്ങൾ ഈ നിമിഷങ്ങളിൽ പുറത്തുവിടുമ്പോൾ അതിനു പിന്നിൽ എത്രത്തോളം വലിയ ഗൂഢാലോചന നടന്നിട്ടുള്ളൂ എന്ന് വ്യക്തമാവുകയാണ്. കാരണം ആ പെൺകുട്ടിയെ, നിസ്സഹായായ പെൺകുട്ടിയെ, ആ മാധ്യമപ്രവർത്തകയെ അവർ ജോലി ചെയ്യുന്ന ജനം എന്ന് പറയുന്ന ചാനലിൻ്റെ ആളുകൾ ഭീഷണിപ്പെടുത്തി, അല്ലെങ്കിൽ പരാതി കൊടുത്തില്ലെങ്കിൽ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തില്ലെങ്കിൽ അവരെ ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന രീതിയിലേക്കുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തി എന്ന വാർത്താ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എന്തുമാത്രം വലിയ ഗൂഢാലോചന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാകുകയാണ്. പ്രത്യേകിച്ചും പാലക്കാട് മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പിൽ BJPക്ക് അടി കിട്ടും എന്ന് മനസ്സിലായ അന്നു മുതൽ ആളുകൾ മറന്നു തുടങ്ങിയ ഈ കാര്യം കുത്തിപ്പൊക്കി ജനമധ്യത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ജനം ടിവിയും BJPയും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. പ്രത്യേകിച്ചും പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന BJPയുടെ നേതാവ്, കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിറഞ്ഞു നിൽക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് അവിടെ സാധ്യതയില്ല. രാഹുൽ മാങ്കൂട്ടത്തിലുമായി കഴിവുകൊണ്ടോ സംസാരശേഷി കൊണ്ടോ ഒന്നും ഏറ്റുമുട്ടുവാൻ കഴിയാത്തൊരാൾ പ്രശാന്ത് ശിവൻ. അദ്ദേഹത്തിന് മസിലൊക്കെ ഉണ്ട്, ഗ്ലാമറൊക്കെ ഉണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടത് മസിലും ഗ്ലാമറും ഒന്നുമല്ല, ജനങ്ങളുമായി സംവദിക്കുവാനും പ്രശ്നങ്ങളെ, കാര്യങ്ങളെ പഠിച്ച് അവതരിപ്പിക്കുവാനും പ്രസൻറ്റ് ചെയ്യാനും ഒക്കെയുള്ള കഴിവും ജനങ്ങളുമായിട്ട് ഇടപഴകുവാനുള്ള കഴിവുമൊക്കെയാണ്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി തട്ടിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തുപോലും നിൽക്കുവാൻ കഴിവില്ലാത്ത പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന BJPയുടെ അടുത്ത നിയമസഭാ സ്ഥാനാർത്ഥിത്വം മോഹിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വം, അദ്ദേഹത്തിന് വേണ്ടി ജനം TV ഒരുക്കിയ കളിയാണ് ഈ ആരോപണങ്ങൾ എന്ന രീതിയിൽ കൂടുതൽ വ്യക്തമായ തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്ന വാർത്ത പുറത്തു വരികയാണ്. BJP മാത്രമല്ല, CPMും ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാഷ്ട്രീയ ഭാവി തകർക്കുന്നതിന് വേണ്ടി ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഫലം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് വീണ്ടും പൊങ്ങി വരുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. നമ്മൾ ഈ കേസിൻ്റെ ആദ്യ ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഈ 2-3 മാസങ്ങൾക്ക് മുമ്പ് കേസ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിനെ വ്യക്തമായി തന്നെ ഒരു സ്ത്രീലമ്പടനായ, ഒരു മാനിയാക്കായി കണ്ടു. കാരണം ചർച്ചകൾ മാധ്യമങ്ങൾ ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിവാഹിതയായ ഒരു സ്ത്രീയെ, ഒരു യുവതിയെ പ്രലോഭിപ്പിച്ചു, കല്യാണം കഴിക്കാമെന്ന് പ്രലോഭിപ്പിച്ചു, അതിനുശേഷം അവർ ലൈംഗികമായി ഉപയോഗിച്ചു, പിന്നീട് നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി, അദ്ദേഹത്തിൻ്റെ സുഹൃത്തും വ്യവസായിയുമായ ഒരാൾ അലസിപ്പിക്കുന്നതിനുള്ള മരുന്ന്, വളരെ അപകടകരമായ മരുന്ന് നിർബന്ധിച്ച് കുടിപ്പിച്ചു എന്നൊക്കെയായിരുന്നു. പക്ഷേ പിന്നീട് മാധ്യമങ്ങളിൽ വന്ന ചർച്ചകൾ, പ്രത്യേകിച്ചും രാഹുൽ ഈശ്വർ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അവർ വിവാഹിതയായിരുന്നു എന്ന കാര്യം, അതിനുശേഷം വിവാഹ ബന്ധം ഒരുപക്ഷെ മറച്ചു വെച്ചുകൊണ്ടായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് അവർ സൗഹൃദത്തിലാകുന്നു എന്ന കാര്യം. പക്ഷേ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ നിഷേധിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയാമായിരുന്നു അവർ വിവാഹിതയാണ് എന്ന്. പിന്നീട് നമ്മൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, അവർ കല്യാണം കഴിച്ചിട്ട് ഏകദേശം 1 മാസത്തിൽ താഴെ മാത്രമാണ് ഭർത്താവുമായി ജീവിച്ചത്. അത് 4 ദിവസങ്ങൾ മാത്രമാണ് ഒന്നിച്ച് ജീവിച്ചത്. വിവാഹബന്ധം വെറും 1 മാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന കാര്യം. പക്ഷേ അതും വെറും കള്ളത്തരമായിരുന്നു എന്ന് പിന്നീടുള്ള ദിവസങ്ങൾ തെളിയുകയുണ്ടായി. അവരുടെ വിവാഹം ഇപ്പോഴും മോചനം ആയിട്ടില്ല. വിവാഹമോചന കേസ് നമ്മൾക്കറിയാം, കുടുംബ കോടതിയിലൊക്കെ വന്നാൽ എത്ര നാളെടുക്കും അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു പ്രത്യേക അജണ്ട ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന് എതിരെ ഒരു അജണ്ട ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. അവർ വിവാഹിതയായിരുന്നു എന്ന കാര്യം മറച്ചുവെച്ചു. മറ്റൊന്ന്, അവർ കല്യാണം കഴിച്ചിട്ട് 4-5 ദിവസം മാത്രമേ ഒന്നിച്ച് ജീവിച്ചിട്ടുള്ളൂ. അതിനുശേഷം വിവാഹ മോചനം നേടിയതിനു ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ഈ സ്ത്രീ ബന്ധം സ്ഥാപിക്കുന്നത്, ഗർഭവതിയാകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുവാൻ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ശ്രമിച്ചു. പ്രധാനപ്പെട്ട ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെയും
ഒന്നുകിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷ ചായ്വുള്ളതാണ്. നമുക്കറിയാം, റിപ്പോർട്ടർ ചാനൽ എടുത്താലും ന്യൂസ് 24 എടുത്താലും അവർക്കൊക്കെ ഇടതുപക്ഷ ചായ്വുള്ളപ്പോൾ ബാക്കിയുള്ള മലയാളത്തിലെ ദൃശ്യമാധ്യമങ്ങളൊക്കെയും രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന BJP നേതാവിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ്. പിന്നെ വരുന്ന ജനം TV അത് BJPയുടെ തന്നെ ഔദ്യോഗിക ചാനലാണ്. ഇപ്പോൾ ജനം TV ആണ് ഇപ്പോൾ നിർബന്ധിച്ച് ഈ പെൺകുട്ടിയെ കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുപ്പിക്കുവാൻ ശ്രമിച്ചത്. ആ പെൺകുട്ടി ജനം TVയിലെ ജീവനക്കാരിയായിരുന്നു. ഭർത്താവും എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. ജനം TVയിലെ ജീവനക്കാരിയായ ആ സ്ത്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തില്ല എങ്കിൽ ജോലിയിൽ നിന്ന് പുറത്താക്കും എന്ന രീതിയിൽ ജനം TVയുടെ മേധാവിമാർ നിർബന്ധിച്ചതുകൊണ്ടാണ് കേസുമായി മുന്നോട്ട് പോയത് എന്ന രീതിയിലുള്ള ചില വിശകലനങ്ങൾ വരികയാണ്. ഒരുപക്ഷെ ആ പെൺകുട്ടിയുടെ ശബ്ദരേഖ പോലും ഉണ്ടായിരിക്കാം. അതായിരിക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ തെളിവായി സമർപ്പിച്ചത് എന്ന കാര്യം വ്യക്തമാകണം. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പും അല്ലെങ്കിൽ അതിനു മുമ്പ് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുടുക്കുവാനുള്ള കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് എന്നത് വ്യക്തമാണ്. കാരണം ഈ നിമിഷം വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കേരള പോലീസിന് അറസ്റ്റ് ചെയ്യാം. കാരണം അത്രത്തോളം കഴിവുള്ളവരാണ് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ. അദ്ദേഹത്തിൻ്റെ ലൊക്കേഷൻ കൃത്യമായി ട്രാപ്പ് ചെയ്യാൻ പറ്റും. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഫോൺ ഓണാക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്യുന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വക്കീലിൻ്റെ ഓഫീസിലെത്തി വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്തു. അപ്പോഴൊക്കെ അറിയാൻ പറ്റും വളരെ കൃത്യമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്ന്. കാരണം അദ്ദേഹം കേരളത്തിലെ ഓരോ കൊച്ചുകുട്ടിക്ക് പോലും സുപരിചിതമായ മുഖമാണ്. അദ്ദേഹത്തിന് ഒരിക്കലും കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റുകൾ, അതിർത്തികൾ ഭേദിച്ച് അന്യ സംസ്ഥാനത്തോട്ട് പോകുവാൻ പറ്റത്തില്ല. കാരണം കേരള പോലീസിന് വ്യക്തമായി അദ്ദേഹത്തെ അറിയാം. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സോഴ്സുകളും കേരള പോലീസിനുണ്ട്. പക്ഷേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് വെറും 10 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. അതുവരെ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യണം, ജനങ്ങൾ ചർച്ച ചെയ്യണം. കേരളത്തിലെ ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രതിയായി നിർത്തണം. ആ വികാരം അവർ കോൺഗ്രസിനെതിരെ പ്രകടിപ്പിക്കണം. കോൺഗ്രസും UDFും ഈ ഇലക്ഷനിൽ തോക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഈ വിവാദങ്ങൾ ഉപയോഗിക്കുവാൻ CPMും BJPയും സംയുക്തമായി തീരുമാനിച്ചിട്ടുണ്ട് എന്നു തന്നെയാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ടാണ് ജനം TV കേസ് കുത്തിപ്പൊക്കുന്നതും ഈ കേസ് ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അഥവാ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ആരോപണം ഇങ്ങനെ സമൂഹ മധ്യത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് മുങ്ങിപ്പോകുന്ന മറ്റൊരു കേസ് എന്ന് പറയുന്നത് ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട കേസാണ്. ആ കേസ് എങ്ങോട്ട് തിരിയുന്നു എന്ന രീതിയിൽ ജനങ്ങളൊക്കെ ആകാംക്ഷാഭരിതരായിരുന്ന നിമിഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ കേസ് പൊങ്ങി വരുന്നത്. അതിൻ്റെ ഒരു ഹൈപ്പിൽ ശബരിമല കേസ് മുങ്ങിപ്പോയി എന്ന് പറയാം. കാരണം അറസ്റ്റിലായിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ കുറച്ച് പേരുകൾ പറഞ്ഞിട്ടുണ്ട്. ആ പേരുകൾ CPMൻ്റെ ഉന്നത നേതൃത്വവുമായി ബന്ധപ്പെട്ട പേരുകളാണെന്ന രീതിയിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ആരെയാണ് അടുത്ത അറസ്റ്റ് ചെയ്യുന്നത്, ആരുടെ വിക്കറ്റാണ് അടുത്ത പോകുന്നത് എന്ന് ആശങ്കാകുലരായി ആശ്ചര്യപൂർവ്വം കേരള ജനത കാത്തിരുന്ന നിമിഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കേസ് പുറത്തു വരുന്നത്. ആ പെൺകുട്ടി മുഖ്യമന്ത്രിയെ കണ്ട് പരാതി കൊടുക്കുന്നത്, അതിനുശേഷം പുറത്തിറങ്ങി തളർന്നു വീഴുന്നത്, ഇതൊക്കെ തന്നെയും ശബരിമല ഇഷ്യൂ അത് മാറ്റുവാനാണ്, അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് മാറ്റി നിർത്താനാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വിലക്കെടുക്കപ്പെട്ട കേരളത്തിലെ മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ വിലക്കെടുക്കപ്പെട്ടതൊന്നും എന്ന് ഒന്നുകൂടി തന്നെ പറയുന്നു. അവരാണിപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് ഹൈപ്പ് ചെയ്ത് നിർത്തുന്നത്. അത് ഒരു പരിധിവരെ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒളിപ്പിക്കുന്നതിനാണ്. അതിന് BJPയുടെ ജനം ചാനലും ഒപ്പം നിൽക്കുന്നു. BJP CPM അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായി രാഹുൽ മാങ്കൂട്ടത്തിന് മേലുള്ള ആരോപണങ്ങൾ നിൽക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുന്നു. മറ്റു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.